ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുളി ചെയ്യുകയാണ്. വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിൽ വെക്കാനല്ല, അത് പീഠത്തിന്മേൽ വെക്കാനാണ്. ഒരു രഹസ്യവും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. മാത്രമല്ല, ചെവിയുള്ളവൻ യേശു പറയുന്നത് കേൾക്കട്ടെ എന്ന് അവിടുന്ന് പറയുകയാണ്. മാത്രമല്ല, അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഈ സുവിശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ നമ്മൾ ധ്യാനിച്ച സുവിശേഷത്തോട് കൂട്ടിച്ചേർത്താണ്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് യേശുനാഥൻ പറഞ്ഞ വചനം വിതയ്ക്കുന്ന വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ്. അപ്പോൾ വിതക്കാരൻ്റെ ഉപമയിൽ നമ്മൾ കേട്ടത് വചനം ആണ് വിതയ്ക്കപ്പെടുന്നത്. ആ വചനം സ്വീകരിച്ച് 100 മേനിയും 30 മേനിയും 60 മേനിയും ഒക്കെ വിളവ് നൽകുന്ന മനുഷ്യരായി മാറണം നമ്മൾ. അപ്പം അങ്ങനെ മാറുന്ന നമ്മൾ, അതായത് വചനം സ്വീകരിച്ച് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ പ്രവൃത്തിയാണ് ആ വചനമാകുന്ന വിളക്ക് നമ്മളത് പാറയുടെ ഏതെങ്കിലും പീഠത്തിൻ്റെ മേൽ കൊളുത്തി വയ്ക്കുന്ന മനുഷ്യരെ മാറണം. ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ സ്വീകരിച്ച ആ പ്രകാശത്തിൽ നിന്ന്, ആ വചനത്തിൽ നിന്നുള്ള പ്രകാശം അവർക്ക് നൽകണം. അപ്പോൾ അങ്ങനെ ഈ വചനം, എനിക്ക് ലഭിച്ച വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർക്ക് ഞാനത് പകർന്ന് നൽകാൻ ഞാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അത് ഈശോ വില നൽകുന്നുണ്ട്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ എനിക്കും അളന്ന് നൽകപ്പെടും. ഞാൻ എത്രമാത്രം തീവ്രതയോടെ, എത്രമാത്രം സ്നേഹത്തോടെ എൻ്റെ ഈശോയുടെ വചനത്തോട് ആഭിമുഖ്യം കാണിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ആഴത്തിൽ പ്രാവർത്തികമാക്കുകയും അതേ വചനം ഞാൻ മറ്റു മനുഷ്യരുമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന അതേ അളവിലുള്ള അനുഗ്രഹം എൻ്റെ യേശുനാഥൻ എനിക്ക് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് അവിടെ തരികയാണ്. അപ്പോൾ ഞാൻ സ്വീകരിക്കുന്ന മനുഷ്യൻ മാത്രമാകാതെ നൽകുന്ന മനുഷ്യനും കൂടെ ആകണം. എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് എനിക്ക് കിട്ടിയ ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന മനുഷ്യരെ തീരണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ വചനത്തിൻ്റെ ബലം, കൃപകളും ഒക്കെ പങ്കുവയ്ക്കുന്ന മനുഷ്യരായി മാറാം. അല്ലാതെ പറയുടെ കീഴിൽ അത് ഒളിപ്പിച്ച് വെക്കുന്ന മനുഷ്യരാകാതെ, സ്വാർത്ഥനായ മനുഷ്യനാകാതെ നിസ്വാർത്ഥതയോടെ വചനം അനുഗ്രഹമൊക്കെ നൽകുന്ന മനുഷ്യരാകാനുള്ള കൃപ തരണമേ. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.